ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതുപോലെ നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ നല്ലൊരു മണവും രുചിയാണ് കേട്ടോ റൈസിന്. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. നെയ്ച്ചോറ് തയ്യാറാക്കാൻ 3 കപ്പ് ജീരകശാല റൈസ് നന്നായി കഴുകി ഒരു 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റി വെള്ളം വാലാൻ വെക്കണം. നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് വറുത്തെടുക്കണം. സവാള നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ സവാള വറുത്തെടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ നെയ്യിൽ നിന്നും കോരി മാറ്റി കിസ്മിസ് ചേർത്ത് വറുത്ത് കോരിയെടുക്കാം. 10 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 10 അല്ലി എടുത്തത്. വലുതാണെങ്കിൽ ഒരു 5 അല്ലിയൊക്കെ മതിയാവും. അടുത്തതായി ഒരു ചെറിയ സവാള കനം കുറച്ചരിഞ്ഞത്, 2 പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം ഇതെല്ലാം കൂടി കടായിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവൊന്നും വേണ്ട കേട്ടോ, ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് റൈസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നന്നായി തിളച്ചു വരുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ആക്കി മൂടി വെച്ച് റൈസ് വേവിക്കണം. ഒട്ടും കുഴയാതെ റൈസ് വെന്തിട്ടുണ്ട്. ചെറിയൊരു വേവ് കൂടി ഉണ്ട് റൈസിന്. അത് ദമ്മ് ചെയ്യുമ്പോൾ ശരിയാവും. ഒരു ചപ്പാത്തി പാൻ അല്ലെങ്കിൽ ദോശച്ചട്ടി ചൂടാക്കി അതിൻ്റെ മുകളിൽ ഗീ റൈസിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. ഈ ടൈമിൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി റൈസിൻ്റെ മുകളിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കുറച്ച് മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കണം. ഇനി ഇതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. 20 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷമാണ് നമ്മൾ തുറന്നു നോക്കുന്നത്. സ്പെഷ്യൽ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഈ റൂം മുഴുവൻ. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്